നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, ഇന്നലെ ഞാൻ നിങ്ങളോടുള്ള നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് എനർജി നോക്കിയിരുന്നു. ഇന്ന് നമുക്ക് തേർഡ് പാർട്ടിയോടുള്ള കറണ്ട് എനർജി നോക്കി പോവാം കേട്ടോ. ഷോർട്ട് വീഡിയോ ആണ്, ഒരുപാട് ലോങ് അല്ല. ഏറ്റവും കുറഞ്ഞ കാർഡ്സിൽ നമുക്ക് നോക്കി പോവാം കേട്ടോ. വേറെന്താണ് ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി വിട്ട് കളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. പേഴ്സണൽ റീഡിംഗ് വേണ്ടവരെ തീർച്ചയായും കോണ്ടാക്ട് ചെയ്തോളൂ, ചെയ്തു തരുന്നതാണ്. ഓക്കെ, റീഡിങ്ങിലേക്ക് പോകാം. നല്ല മഴ ഇവിടെ, അതിന്റെ ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പ്ലീസ് ഗൈഡ് പേഴ്സണ് അവരുടെ പേഴ്സണോടുള്ള കറണ്ട് ഫീലിംഗ്സ് എനർജി എന്താണ്? വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജി, കറണ്ട് ഫീലിംഗ്സ് ഫോർ ദർ തേർഡ് പാർട്ടി. വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജി, കറണ്ട് ഫീലിംഗ്സ് ഫോർ ദർ തേർഡ് പാർട്ടി. Knight of Pentacles, Star, Fool, Seven of Cups, Judgment, Ten of Swords, Hermit, Hanged Man. Okay. Eight of Pentacles, Knight of Wands, Ten of Pentacles. Okay. Queen of Pentacles and Five of Cups. Okay. നിങ്ങളുടെ പേഴ്സൺ ഉണ്ടല്ലോ, ഇവരുടെ ഈ തേർഡ് പേഴ്സൺ എനിക്ക് ഇവരുടെ കുടുംബമായിട്ട് തന്നെയാണ് ടെൻ ഓഫ് പെൻഡക്കിൾസിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഇവരുടെ കുടുംബമാണ് എന്ന് തന്നെ നമുക്ക് എടുക്കേണ്ടി വരും കേട്ടോ. ദാറ്റ് യുവർ പേഴ്സൺ ഇസ് മാരീഡ് എന്നുള്ള രീതിയിൽ തന്നെ എടുക്കേണ്ടി വരും. അപ്പോൾ എനിക്ക് അവിടെ ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ ഈ റിലേഷനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാക്സിമം എഫേർട്സ് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. അതായത് കുടുംബമാണ്, തകർന്നു പോകരുത് എന്നുള്ള മട്ടിൽ നിങ്ങളുടെ പേഴ്സൺ അതിനെ രക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ജോലിപരമായിട്ടായാലും സാമ്പത്തികപരമായിട്ടായാലും ഇമോഷണലി ആയാലും അവർ പരമാവധി എഫേർട്ട് ഇടുന്നുണ്ട്. ആ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ ആയിരിക്കും. കാരണം സ്പൗസാണ്, കുഞ്ഞുങ്ങളുടെ അച്ഛനോ അമ്മയോ ആണ്. അതുകൊണ്ട് തന്നെ അവർക്കൊരു സ്ഥാനമുണ്ട് അവരുടെ ലൈഫിൽ. അവരൊരു ഇമ്പോർട്ടൻ്റ് സ്ഥാനം അവരുടെ ലൈഫിൽ വഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അവിടെ കാണുന്നത് കേട്ടോ. അതുകൊണ്ട് തള്ളിപ്പറഞ്ഞ് വരാൻ അവർക്ക് സാധിക്കില്ല. അതുകൊണ്ട് അവരെ സമാധാനപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരെ പുറത്തേക്ക് കൊണ്ടുപോകാറുണ്ടായിരിക്കും, ഇവർക്ക് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ടായിരിക്കും, നിങ്ങളുടെ കാര്യം അറിയരുത് എന്നുള്ള രീതിയിൽ മാക്സിമം എഫേർട്സ് ഇടുന്നുണ്ടായിരിക്കും, എല്ലാം ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. ഓവർ തിങ്കിങ്ങിൽ കൂടി നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകുന്നതായിട്ട് എപ്പോഴും ഒരു ഭയം ഇവർക്കുണ്ട്. നിങ്ങളുടെ തേർഡ് പേഴ്സൺ നിങ്ങളുടെ വിവരം അറിയുമോ എന്നുള്ളൊരു ഭയം, ഒരു ടെൻഷൻ, ഒരു ഓവർ തിങ്കിങ് എപ്പോഴും തന്നെ നിങ്ങളുടെ പേഴ്സൺ ഉള്ളതായിട്ട് കാണുന്നു കേട്ടോ. ഇവർ പ്രാർത്ഥിക്കാറുണ്ട്, ഒരിക്കലും ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവരുതേ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ പ്രാർത്ഥിക്കാറുണ്ട് എന്നും കാണുന്നു. ഓക്കെ, ചിലരെങ്കിലും ലോങ് ഡിസ്റ്റൻസിലാണെന്ന് കാണുന്നു, ഫാമിലിയിൽ നിന്നും ദൂരെയാണ്, ലോങ് ഡിസ്റ്റൻസിലാണ്, ജോലി സംബന്ധമായിട്ട് എന്നൊക്കെ കാണുന്നുണ്ട്. ആകെപ്പാടെ ഒരു ഒറ്റപ്പെടൽ അവർക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഓക്കെ, കുടുംബത്തിൻ്റെ കൂടെ ഇരുന്നാലും ഇരുന്നില്ലെങ്കിലും രണ്ട് സിറ്റുവേഷനിലും തന്നെ കുടുംബം കൂടെ ഉണ്ടെങ്കിൽ പോലും അവർക്ക് മാനസികമായിട്ടൊരു ഒറ്റപ്പെടലാണ് അവർ അനുഭവിക്കുന്നത് എന്ന് കാണുന്നു. സിറ്റുവേഷനിൽ അവർ സ്റ്റക്കാണ്, മുന്നോട്ടും പുറകോട്ടും പോകാൻ വയ്യാത്ത അവസ്ഥയിൽ സ്റ്റക്കാണ് എന്ന് കാണുന്നു. ഫാമിലിക്ക് വേണ്ടിയിട്ട് ഇവർ പരമാവധി സമ്പാദിക്കുന്നുണ്ട്, ഫൈനാൻഷ്യൽ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്, റെസ്പോൺസിബിലിറ്റീസ് എല്ലാം തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നാണ് കാണുന്നത്. ഇവർ ലോങ് ഡിസ്റ്റൻസിലൊക്കെ ആണെങ്കിൽ ഫാമിലിയുടെ അടുത്ത ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഒരു ലീവിനോ വെക്കേഷനോ ഒക്കെ വരാൻ പോകുന്നു എന്നും കാണുന്നു കേട്ടോ. അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നതായിട്ടും കാണുന്നു. ഫാമിലിയുടെ ഒപ്പം എവിടെയെങ്കിലും പോകാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നതായിട്ടും കാണുന്നു. പൊതുവേ ഫാമിലീനെ ഹാപ്പി ആയിട്ട് വെക്കാൻ ഇവർ ശ്രമിക്കാറുണ്ട് എന്നും കാണുന്നു. മാക്സിമം എഫേർട്സ് അവർ ഇടാറുണ്ട് എന്ന് കാണുന്നു. നിങ്ങളുടെ തേർഡ് പേഴ്സണും സമ്പാദിക്കുന്ന വ്യക്തി തന്നെ ആയിരിക്കണം, വർക്കിംഗ് പേഴ്സൺ തന്നെയാണ് എന്നും കാണുന്നുണ്ട്. ഓക്കെ, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഒറ്റപ്പെടൽ എപ്പോഴും നിങ്ങളുടെ പേഴ്സണ് ഫീൽ ചെയ്യാറുണ്ട്.
എന്തോ ഒരു കുറവ് അവരുടെ റിലേഷനിൽ ഉള്ളതായിട്ട് കാണുന്നു. അങ്ങനെ അവർക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ വളരെ റെസ്പോൺസിബിൾ ആയിട്ട് ഉള്ള വ്യക്തിയാണ്. അവർ എന്താ പറയുക, കിങ് ഓഫ് പെൻറ്റക്കിൾസും ക്വീൻ ഓഫ് പെൻറ്റക്കിൾസും ഒരുമിച്ച് ഒരു റീഡിങ്ങിൽ വന്നിട്ടുണ്ട്. ഒരു സ്പൗസ് തന്നെയാണ്. രണ്ടുപേരും തന്നെ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് വളരെ കൃത്യമായിട്ട് നോക്കി, അങ്ങോട്ടും ഇങ്ങോട്ടും കംപ്ലൈൻറ്റ് പറയാൻ മാത്രം ഒന്നുമില്ല. വളരെ കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം നോക്കി ചെയ്തു പോകുന്ന ഒരു രീതിയാണ് അവിടെ കാണുന്നത്. പോകുന്നിടത്തോളം പോകട്ടെ എന്ന് വെക്കില്ലേ. കാര്യങ്ങൾ എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകണം, ഗുഡ് ലക്ക് സിറ്റുവേഷനിൽ തന്നെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. കാരണം ഇവരെ കുറ്റപ്പെടുത്താനും മാത്രം ഒന്നും തകരാറ് അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ ക്ഷമിച്ച് കാര്യങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം മറച്ചു വെച്ച് അങ്ങനെ മുന്നോട്ട് പോകാമെന്ന് തന്നെയാണ് അവർ ആലോചിക്കുന്നതായിട്ടോ. കാണുന്നത് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ക്ഷമിക്കുക, ആരെങ്കിലും വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ. അവർ വളരെ കോഷ്യസ് ആയിട്ടാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരടി മുന്നോട്ട് എടുത്തു വയ്ക്കുന്നതിന് മുന്നേ ഒരുപാട് ആലോചിച്ച് വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചിട്ടാണ് ഇവർ ഓരോ അടിയും മുന്നോട്ട് എടുത്ത് വയ്ക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേഷനിലാണ് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. ദൂരദിക്കിലാണെങ്കിലും കാര്യങ്ങളെല്ലാം പരസ്പരം വിളിച്ച് പറയുകയും സംസാരിക്കുകയും എല്ലാം ചെയ്യാറുണ്ട് എന്നും കാണുന്നു കേട്ടോ. ഇവർ ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെയൊക്കെ വീട്ടിൽ വിളിക്കാറുണ്ടായിരിക്കും. ഫാമിലി, ഫ്രണ്ട്സ് അവരൊക്കെ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവർ ചെയ്യാറുണ്ട് എന്നും കാണുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരിക്കും വീട്ടിൽ. എന്താ പറയുക, കുടുംബ പ്രാർത്ഥന അങ്ങനെയൊക്കെ ചെയ്യില്ലേ, ഒരുമിച്ച് ദേവാലയങ്ങളിൽ പോവുക, അങ്ങനത്തെ കാര്യങ്ങൾ, സ്പിരിച്വലി കണക്റ്റഡായിട്ട് നിൽക്കുക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ ഇവർ ഒരുമിച്ച് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. ഇത് അവരുടെ കുടുംബമാണ്. ആ കുടുംബത്തിനെ സംരക്ഷിക്കേണ്ട ചുമതല നിങ്ങളുടെ പേഴ്സൻ്റെ ചുമലിലുണ്ട് എന്നവർ പൂർണ്ണമായിട്ട് ബോധ്യമുള്ള വ്യക്തിയാണ്. നിങ്ങൾക്കും അത് ബോധ്യമുണ്ട്, നിങ്ങൾ അത് സമ്മതിച്ച് കൊടുത്തിട്ടുമുണ്ട്. ഓക്കെ, എന്ന് തന്നെയാണ് എനിക്ക് കാണുന്നത് കേട്ടോ. പ്രാക്ടിക്കലി ആണ് നിങ്ങൾ രണ്ടുപേരും കാര്യങ്ങൾ ഡീൽ ചെയ്ത് പോകുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നു. ഇവിടെ 2 കാർഡുകൂടെ എടുത്തിട്ട് നമുക്ക് നോക്കാം. ഒന്ന് ഷഫിൾ ചെയ്തോട്ടെ. നിങ്ങളുടെ സാന്നിധ്യവും അവരുടെ റിലേഷനിൽ പ്രബലമായിട്ട് കാണുന്നു കേട്ടോ. 2 ഓഫ് വാൻഡ്സ് പറയുമ്പോൾ അവിടെ മറ്റൊരു വ്യക്തിയുടെ സാന്നിധ്യം അവരുടെ റിലേഷൻഷിപ്പിൽ ഉള്ളതായിട്ട് കാണുന്നു. മൂന്നാമതൊരാൾ നിങ്ങളാണ് അല്ലേ? അങ്ങനെയാണ് കാണുന്നത് കേട്ടോ. നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും നിങ്ങളുടെ തേർഡ് പേഴ്സൻ്റെയും റിലേഷൻ എന്ന് പറയുന്നത് കുറച്ച് കാലമായിട്ടുള്ള റിലേഷനാണ്. ന്യൂലി മാരീഡ് ഒന്നുമല്ല അവർ. കുറച്ച് കാലങ്ങളായിട്ട് ഇവർ ഒരുമിച്ചാണ് എന്ന് കാണുന്നു. അതുകൊണ്ട് കൂടിയാണ് ഇവർക്ക് അവരെ കട്ട് ഓഫ് ചെയ്തിട്ട് പോരാൻ പറ്റാത്തത്. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അച്ഛനമ്മമാരുണ്ടായിരിക്കും. അപ്പോൾ അവരെ അങ്ങ് തള്ളിപ്പറഞ്ഞ് അങ്ങനെ അങ്ങ് വരാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷനാണ് അവിടെ കാണുന്നത്. ഓക്കെ, കഴിയുന്നതും നിങ്ങളുടെ തേർഡ് പേഴ്സണുമായിട്ട് ഒത്തൊരുമിച്ച് അവരെ അധികം കാര്യങ്ങളൊന്നും അറിയിക്കാതെ വളരെ സേഫായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ശ്രമിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. ഓക്കെ, ഓവറോൾ നിങ്ങളുടെ തേർഡ് പേഴ്സണോടുള്ള എനർജി ഒരു പ്രൊട്ടക്റ്റീവ് എനർജി തന്നെയാണ്. ഓക്കെ, അവരുടെ ഇടയിൽ ഇമോഷണലി ഓക്കെ ആണ് എന്ന് തന്നെയാണ് എനിക്ക് ഇന്നത്തെ റീഡിങ്ങിൽ കിട്ടുന്നത്. കാരണം കുടുംബമാണ് എന്നുള്ളൊരു ചിന്ത അവർക്ക് ഉള്ളതായിട്ട് കാണുന്നു. ഓക്കെ, കുടുംബമാണ്, പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടുന്ന ഒരു സംഭവമാണ് എന്ന് തന്നെയാണ് അവരുടെ മനസ്സിൽ. ഓക്കെ, ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ്. ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. വേറെന്താണ്, കമൻറ്റ് ചെയ്തോളൂ. എന്താണ് മനസ്സിൽ തോന്നുന്നതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യും. ഞാൻ ഇന്നത്തെ എനർജി ക്ലെയിം ചെയ്യണമെന്ന് ഞാൻ പറയില്ല. ഓക്കെ, ഡിവൈൻ്റെ അടുത്ത് പ്രാർത്ഥനകൾ ഷെയർ ചെയ്തോളൂ കേട്ടോ. വേറൊന്നുമില്ല. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മൈ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.